ആന്റോ ആന്റണി 15 വർഷം പത്തനംതിട്ടയുടെ എം പി ആയിരുന്നിട്ട് തിരുവല്ലയ്ക്ക് വന്നിട്ട് ഒരു പ്രയോജനമില്ല. ആന്റോ ആന്റണി തോമസ് ഐസക് ജയിക്കും. അതിപ്പം രണ്ടും ക്രിസ്ത്യാനികളായതുകൊണ്ട് പിന്നെ കുറച്ചോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിവൈഡ് ചെയ്തു പോകും. എങ്കിൽ തന്നെയും പുള്ളിക്ക് കഴിഞ്ഞ പ്രാവശ്യം നല്ല ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. ആന്റോ ആന്റണി ആർക്കും ചാൻസസ് ഇല്ല. ഭരണം കുത്തൊഴിഞ്ഞ് കിടക്കുക. ജനമാണെങ്കിൽ നിവൃത്തി കൊണ്ട് വോട്ട് ചെയ്യാതിരിക്കാൻ നോക്കുന്ന ആൾക്കാരാണ്. മാറ്റം അനിവാര്യമാണ്. തോമസ് ഐസക്കാണ് ഇപ്രാവശ്യം മുന്നേറുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. പ്രിയപ്പെട്ടവരെ, സേഫ് ഗാർഡ് എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ ജനവിധി യാത്ര ഇന്ന് എത്തി നിൽക്കുന്നത് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലാണ്. ആന്റോ ആന്റണിയും അനിൽ ആന്റണിയും തോമസ് ഐസകും മാറ്റിയിരിക്കുന്ന ഈ മണ്ഡലത്തിലെ വോട്ടർമാരോട് നമുക്ക് ചോദിക്കാം, ഇവിടുത്തെ പൾസ് എന്താണ്, എന്ത് സംഭവിക്കും പത്തനംതിട്ടയിൽ? മൂന്ന് മഹാരഥന്മാർ മാറ്റിവെക്കുന്ന മണ്ഡലമാണ്. അതെയോ? തോമസ് ഐസക്. അതെ അതെ, തോമസ് ഐസക് മുൻ ആഭ്യന്തരമന്ത്രി അല്ല ധനകാര്യമന്ത്രി തോമസ് ഐസക് ഇവിടെ മത്സരിക്കുന്നു. ഓക്കെ ഓക്കെ, താങ്ക് യു. തോമസ് ഐസക്കിനാണ് ഏറ്റവും വലിയ ചാൻസ്. മൂന്ന് പ്രധാനപ്പെട്ട ആളുകളാണ് ഇവിടെ മത്സരിക്കുന്നത്. ആണെങ്കിലും കേരളം കണ്ടതിൽ ഏറ്റവും നല്ല ധനമന്ത്രി അദ്ദേഹം ജയിക്കുന്ന പറയും. ഒന്നുമേ അറിയില്ല. ആന്റോ ആന്റണി 15 വർഷം പത്തനംതിട്ടയുടെ എം പി ആയിരുന്നിട്ട് തിരുവല്ലയ്ക്ക് വന്നിട്ട് ഒരു പ്രയോജനമില്ല. താൽക്കാലിക റെയിൽവേ സ്റ്റേഷൻ ശരിയാക്കുന്നത് മാത്രമേ ഉള്ളൂ, അല്ല ഒരു പ്രയോജനമായിട്ട്. അദ്ദേഹം വന്ന് ഇതിന് മുന്നേ ധനമന്ത്രിയായിട്ട് തിരുവല്ലയ്ക്ക് പല പല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. തോമസ് ഐസക് ജയിക്കും. ചേച്ചിയോ? അതല്ലേ, എന്തുകൊണ്ടാണ് പറയാൻ കാരണം? ഞാൻ ആ പാർട്ടിക്കാരി ആയതുകൊണ്ട്. ചേച്ചി അതല്ലേ, നേട്ടങ്ങളും കോട്ടങ്ങളൊക്കെ നേട്ടങ്ങൾ പുള്ളി വന്നാൽ നമ്മുടെ ഈ നാട് ഇതിലും, കാരണം പഴയതിനേക്കാൾ ഇച്ചിരി ഡെവലപ്പ് ആകാൻ സാധ്യതയുണ്ട്. നിലവിലുള്ള എം പിന്റെ പ്രവർത്തനം അത്ര പോരാന്ന് പറയുന്നു. പോരാ, നമുക്ക് അങ്ങനെ ചെയ്യാനൊക്കെ നമ്മൾ വഴിയോര കച്ചവടക്കാരെ. അതെ അതെ, അപ്പോൾ നമുക്ക് ഒരാൾ വ്യക്തിപരമായിട്ട് ഒരു അഭിപ്രായം പറയാൻ പറ്റും. എന്നാലും ഗുണമുള്ള ആൾ വരണം എന്ന് പറയാം. എല്ലാവരും വരുമ്പോൾ ഗുണമുള്ളവരാ. ഇപ്പം തന്നെ നരേന്ദ്രമോദിയുടെ പടവും എൻ്റെ പടവും കൂടെ ഉള്ള ഫോട്ടോ എടുത്ത് തന്നിട്ടുണ്ട്. 50,000 രൂപ ലോൺ തന്നിരിക്കും. അതല്ലേ, മുദ്ര ലോണാ? അത് അപ്പം ഞാൻ എന്ന് വെച്ച് BJP-കാരന് അല്ലേ എന്താണ്, എന്നിട്ട് അവർ തന്നില്ലേ? അതെ, അതാണ് സഹായം. അതല്ല, അങ്ങനെ എല്ലാവരും വരുന്നത് സഹായിക്കുമ്പോൾ നമ്മൾ ആ സഹായിക്കുന്നവരങ്ങ് ജയിക്കും. ആന്റോ ആന്റണി ജയിക്കും. അപ്പോൾ അദ്ദേഹത്തിന്റെ ഇത്രകാലത്തെ പെർഫോമൻസ് ഉഷാറാണ്. കുഴപ്പമില്ല, പുള്ളിയെ കൊണ്ട് കഴിയാവുന്നൊക്കെ പുള്ളി ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീണ്ടും നമ്മളൊരു കാര്യത്തിന് എന്ന് ഇടപെട്ട് ചോദിച്ചാൽ ആ കാര്യം സാധിച്ചും തരുള്ളൂ. എനിക്ക് അനുഭവം വീണ്ടും വരണമെന്നാണ് ഞാനായിട്ട്. ഇവിടെ ഞങ്ങൾ പരിപാടി ഉണ്ടായിരുന്നു, അപ്പോൾ അതിന് പുള്ളിക്കാരൻ വന്ന് സഹകരിച്ചു. എല്ലാവരും വലിയ കാര്യം. കോൺഗ്രസ് ജയിക്കാനാണ് ഇവിടെ ചാൻസ്. ഇപ്പോൾ ആന്റോ ആന്റണി അതാ ചാൻസ് മൊത്തം UDF ആയിരിക്കും. ആന്റോ ആന്റണി ആയിരിക്കും. പത്തനംതിട്ടയിലാണെങ്കിൽ തോമസ് ഐസക് ജയിക്കും. അപ്പോൾ ആന്റോ ആന്റണി എത്ര കാലത്തെ പെർഫോമൻസ്? അത് നമുക്ക് നല്ല തോമസ് ഐസക് ജയിക്കും. അതെ, അദ്ദേഹത്തിന്റെ നേട്ടങ്ങളൊന്നും വോട്ടായി മാറില്ല. ഇല്ല. ചേട്ടൻ്റെ അഭിപ്രായം? അതെ, അങ്ങനെയല്ലേ? അഭിപ്രായം തോമസ് ഐസക് ജയിക്കാനാണ് സാധ്യത കൂടുതൽ. പുതിയ അനിൽ ആന്റണിയോ? ആന്റോ ആന്റണിക്ക് ഇവിടെ ഈ തിരുവല്ല ഏരിയയിൽ വോട്ട് കുറവാണ്. അല്ല, അനിൽ ആന്റണിയോ? ആന്റോ ആന്റണി ഇവിടെ കുറച്ച് മോശമല്ലേ വോട്ട്? ഇപ്പോഴത്തെ ഇലക്ഷൻ രീതി വെച്ച് നോക്കിയാലാണെങ്കിൽ ആർക്കും ചാൻസസ് ഇല്ല. ഭരണം കുത്തൊഴിഞ്ഞ് കിടക്കുക. ജനമാണെങ്കിൽ നിവൃത്തി കൊണ്ട് വോട്ട് ചെയ്യാതിരിക്കാൻ നോക്കുന്ന ആൾക്കാരാണ്. അതാണ് ജനജീവിതം ദുസ്സഹമായി. കഷ്ടപ്പെട്ടാലും ജീവിക്കാൻ പറ്റത്തില്ല. എവിടെ ചെന്നാലും പിടിച്ചു പറിയ നടക്കുന്നത്. ഗവൺമെൻറ് പിടിച്ചു പറിച്ചോണ്ട് പോവുക, അതാ സംഭവം. എല്ലാവരും ജയിച്ചു വരണം, എന്നാലേ നമുക്കൊരു ഗുണമുള്ളൂ. പിന്നെ ഞങ്ങൾ ആന്റോ ആന്റണി വരുമെന്ന് തോന്നുന്നു. കൂടുതൽ സാധ്യത ആന്റോ ആന്റണിക്കാണ്. കാരണം സിറ്റിംഗ് എം പി ആണ്. അതുപോലെ തന്നെ പുള്ളി നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. നേട്ടങ്ങളുണ്ട് നമ്മുടെ. ആ ഒരു നിലപാടനുസരിച്ച് പുള്ളി തന്നെ ജയിക്കാനാണ് സാധ്യത. കാരണം പിന്നെ ക്രിസ്തീയ വിഭാഗത്തിൻ്റെ ഒത്തിരി വോട്ടുകൾ ഉണ്ട്. അതിപ്പം രണ്ടും ക്രിസ്ത്യാനികളായതുകൊണ്ട് പിന്നെ കുറച്ചോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിവൈഡ് ചെയ്തു പോകും. എങ്കിൽ തന്നെയും പുള്ളിക്ക് കഴിഞ്ഞ പ്രാവശ്യം നല്ല ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ഭൂരിപക്ഷം കുറയും എന്നുള്ളൊരു കാഴ്ചപ്പാടിലാണ് നമ്മൾ കാണുന്നത്. എനിക്കൊരു പാർട്ടിയുള്ള ഇതിലല്ല. കാരണം ഞാൻ കോൺഗ്രസിലോ കമ്മ്യൂണിസ്റ്റിലോ ഒന്നിലും വിശ്വസിക്കുന്ന ഒരു വ്യക്തിയല്ല.
നമ്മൾ നിഷ്പക്ഷമായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി. ഓക്കെ ഓക്കെ. അപ്പം അത് പുള്ളിയുടെ ആ ഒരു കാഴ്ചപ്പാടനുസരിച്ച് പുള്ളിക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. കാരണം നമ്മുടെ റെയിൽവേയുടെ വികസനം മറ്റു കാര്യങ്ങൾ ഒക്കെ പുള്ളിയുടെ ഫണ്ടിൽ നിന്ന് അനുവദിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ പ്രാവശ്യം ഇപ്പോൾ അനുവദിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെ വെച്ച് നോക്കുന്നുണ്ടെങ്കിൽ നാടിന് വേണ്ടി ചെറിയ ചെറിയ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാഴ്ചപ്പാടിൽ പുള്ളി ജയിക്കാൻ സാധ്യത. ഓക്കെ ഓക്കെ. മാറ്റം അനിവാര്യമാണ്. തോമസ് ഐസക്കാന് ഇപ്രാവശ്യം മുന്നേറുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. മുൻ ധനകാര്യമന്ത്രി ധനകാര്യമന്ത്രിയാണ് അദ്ദേഹം. നമുക്ക് കേരളത്തിന് വേണ്ടിയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പം അദ്ദേഹം തന്നെയാണ് ഇപ്രാവശ്യം ഇവിടെ ലീഡ് ചെയ്ത് പോകുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ഒന്നും ഇപ്പം പറയാൻ പറ്റത്തില്ല. എന്നാലും നിങ്ങളിവിടെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇവിടെ നിൽക്കുമ്പോൾ ഒരു കാഴ്ചപ്പാടുണ്ടാവുമല്ലോ. എല്ലാവരും കട്ടക്കല്ലേ. അതെ അതെ കടുത്ത മത്സരമാണ്. അതെ അതെ അതെ. അപ്പൊ മനസ്സിലൊന്നുമില്ല, പ്രതീക്ഷയൊന്നുമില്ല. ഒന്നുമില്ല, ആര് ജയിച്ചാലും നല്ലത്. നമുക്ക് പൊളിറ്റിക്കേ ഇല്ല. പൊളിറ്റിക്സ് ഇല്ല. എന്നാലും സാധാരണക്കാരനായ ആളുകൾക്ക് ജീവിക്കുമ്പോൾ ഒരു ഇത് തോന്നുമല്ലോ, മനസ്സിൽ എന്തോ ഉണ്ടാവുമല്ലോ. നമുക്ക് അങ്ങനൊന്നുമില്ല. ഇല്ല, ആര് ജയിക്കണമെന്നുമില്ല. ആര് ജയിക്കാലും അവനവൻ ജോലി ചെയ്താൽ അവനവൻ ജീവിക്കുക. അത് ജോലി വേറെ പ്രശ്നം. അതിപ്പം MP ആയ MP ജോലി ചെയ്യണ്ടേ. നമുക്ക് താല്പര്യമില്ല. പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടർമാരുടെ അഭിപ്രായങ്ങളാണ് നാം ഇതുവരെ കിട്ടത്. ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു മണ്ഡലത്തിൻ്റെ അഭിപ്രായങ്ങൾ തേടിക്കൊണ്ട് നമുക്ക് പോകാം. ഗുഡ് ബൈ.